നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ മനമിതെന്റെ മാരി നിറത്തെ കാണിച്ചിടുന്നതമ്മേ മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ ആയിരം ചോദ്യങ്ങൾ ചോദിച്ച് കാലമിതോർക്കുന്നു ഞാൻ എന്തിനു അമ്മതനുത്തരമോ അത് ഈശോതൻ ചിത്രങ്ങളും പൊന്നീശോതൻ ചിത്രങ്ങളും അമ്മയടുപ്പതിൽ ചുട്ടെടുത്തിടുന്നൊരപ്പം അതു തന്നെയോ പള്ളിയിലപ്പത്തിന് ഇത്ര ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നെന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു എന്നമ്മ പറഞ്ഞു തന്നു നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ മനമിതെന്റെ മാരി നിറത്തെ കാണിച്ചിടുന്നതമ്മേ മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ ചേച്ചി കയറി വാ. വിഷമിച്ചിരിക്കുക അല്ലേ? ആ വിഷമമില്ലാണ്ടിരിക്കില്ലല്ലോ, ഇരിക്കേ വാ. ഞാൻ ഇവിടെ ഇരിക്കാം. ആ എന്നാലും വിശ്വസിക്കാൻ പറ്റില്ല ചേച്ചി. പള്ളിയിൽ ഒരുമിച്ച് കുർബാന കൂടിക്കൊണ്ടിരുന്ന ആളാ. കുർബാന കഴിഞ്ഞ് ഞങ്ങൾ എത്തുമ്പോൾ കേൾക്കണത് ആള് മരിച്ചു എന്ന്. അതെ, ഒരു അവിശ്വസനീയമായ കേൾവിയായിപ്പോയി കേട്ടോ. ഞാനും ഉണ്ടായിരുന്ന കുർബാനയ്ക്ക്. പക്ഷെ ഞാൻ കുർബാന കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴാണ് വിവരങ്ങൾ ഓരോരുത്തർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഇത് വിശ്വസിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നിന്നേച്ച് അങ്ങ് തിരിഞ്ഞ നേരത്തിന് അല്ലേ, മനുഷ്യന്റെ കാര്യം ഇത്രേ ഉള്ളൂ. അത് തന്നെയല്ല, ഇത് കുഴഞ്ഞു വീണ് മരിക്കുക ഇതേ അല്ലേ. ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഇതാ കേൾക്കാനുള്ളൂ അല്ലേ. പെട്ടെന്ന് ചെറുപ്പവും അല്ലേ, കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരും ഉണ്ട് അല്ലേ. എല്ലാം എന്നാ ചെയ്യാനാ. ഇനിയിപ്പോ അനുശോചന അതിനും മീറ്റിങ്ങിന് പോയേച്ച് അത് കൂടിയില്ലേ നമുക്ക് ഒരു സങ്കടം. നമ്മളറിയുകയും കേൾക്കുകയും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയും എപ്പോഴും മിണ്ടുകയും ചെയ്യുന്ന ഒരാള് എല്ലാത്തിനും സജീവമായിട്ട് സഹകാരിയാണ്. നല്ലൊരു വ്യക്തിത്വമായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് ഈശോയും പറഞ്ഞിരിക്കുന്ന. ഇതൊക്കെയാണ് പെടുന്നനെ സൂര്യൻ ഇരുണ്ടു പോകും എന്ന് പറഞ്ഞിട്ടുണ്ട് അവസാന കാലമൊക്കെ ആകുമ്പോഴത്തേക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവസാന യുഗത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക.
അപ്പൊ കേട്ടിട്ടില്ലാത്ത സംഭവങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് അല്ലേ? നമ്മളും പ്രതീക്ഷിച്ചിരിക്കണം. അതെ, നമ്മൾ എപ്പോഴാ പോകുന്ന കള്ളനെ പോലെ വരും. ശരിക്കും ഇപ്പൊ നമ്മളിപ്പോ ചിരിക്കുന്നു, പക്ഷെ അവരുടെ ആ കുടുംബത്തിന്റെ ഒരു വേദനയും പ്രയാസവും ഓർത്താലേ സഹിക്കാൻ പറ്റിയല്ല. അപ്പൻ കൊച്ചും ഒക്കെ കുഞ്ഞു പിള്ളേരും ഒക്കെ ആയിട്ട് ആ കുടുംബം, അതെ, ആ കുടുംബത്തിന്റെ ഒരു ശരിക്കും പറഞ്ഞ ഏക ആശ്രയമാണ് അല്ലേ എല്ലാം. പിന്നെ കർത്താവിനെല്ലാം അറിയാം, ദൈവത്തിന്റെ കൃപയുണ്ടാകും, അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ശരിക്കും നമ്മളിങ്ങനെ ഓർത്തു നോക്കിയാലേ നമ്മളൊക്കെ ഇപ്പൊ ഈ ജീവിതവും കെട്ടിപ്പിടിച്ചിങ്ങനെ എല്ലാം നമുക്ക് സ്വന്തമാണെന്നും പറഞ്ഞാൽ നമ്മളിരിക്കണത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റിയതായിട്ട് ഒന്നും ഉറപ്പില്ല. എന്നതാ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്? ശരിയാ, ഒന്നും ശാശ്വതമല്ല, ഒന്നും ശാശ്വതമല്ല. കാരണം ഇപ്പം നമ്മൾ ചിന്തിച്ച് നോക്കിയാലേ നമ്മുടെ വീട് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. എപ്പോഴാ ഇപ്പൊ ഇന്നാള് പത്രത്തിൽ കണ്ടില്ലേ, ഭൂമി കുലുക്കം, പിന്നെ എത്ര നിലകളുള്ള കെട്ടിടങ്ങളാ ഉരുണ്ടു വീണ് മനുഷ്യര് മരിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥാപനങ്ങൾ അതായത് ജംഗമ വസ്തുവകകളെ ഒന്നും നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോഴാ വീട് ഉരുണ്ടു വീഴുന്നതെന്ന് അറിയാൻ പറ്റില്ല. എപ്പോഴാ പ്രകൃതിയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എപ്പോഴാ സുനാമി വരുന്നത്, എപ്പോഴാ കൊടുങ്കാറ്റ് വരുന്നത്, എപ്പോഴാ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്, കാലാവസ്ഥ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റിയല്ല. ഇപ്പൊ നാള് കണ്ടില്ലേ, വെള്ളപ്പൊക്കം ഉണ്ടായി, ഡാമെല്ലാം കൂടെ തുറന്നു വിട്ടു. എന്താ ഇപ്പൊ ഡാമൊക്കെ ഇങ്ങനെ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്നു, എപ്പോഴാ ഇതൊക്കെ പൊട്ടിപ്പോരാൻ മേലാഴിയുള്ളത്? അപ്പം നമുക്കൊന്നും ശരിക്ക് പ്രകൃതിയെ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ മരങ്ങൾ കടപുഴുകി വീട്, കെട്ടിടങ്ങൾ നശിച്ച് അതിലും പെട്ട് മനുഷ്യർ മരിക്കുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ സൃഷ്ടിയിലുള്ള പ്രപഞ്ചത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാറ്റും കോളും വന്ന് മരങ്ങൾ കടപുഴുകി വീഴുന്നു, കെട്ടിടങ്ങൾ പൊടിഞ്ഞ് മനുഷ്യരതിപ്പെട്ട് കുടുങ്ങി മരിക്കുന്നു. എന്തെല്ലാം ഭീകര സംഭവങ്ങളാണ്. രാത്രി കിടന്നാലും നേരം വെളുത്ത് നമ്മളുണ്ടോ പോലും അറിയത്തില്ല, ഒരു പിടി നമുക്ക് അറിയാനൊക്കെയല്ല. വിശ്വാസം ഇല്ല, ഉറക്കത്തിലെ ആള് മരിച്ചു പോവുക. ഉറക്കത്തിൽ കൂടത്തിൽ ഒരു ബെഡിൽ കിടക്കുന്ന ആള് മരിച്ചു കിടക്കുക. ശരിക്കും പറഞ്ഞാൽ ശവത്തിന്റെ കൂടത്തിലാണ് കിടക്കുന്നത്. നേരം വെളുക്കുമ്പോഴേ അറിയണത് കൂടത്തിൽ കിടന്ന ആള് ശവമാരി എന്നുള്ളതാണ്. അപ്പൊ ഒന്നും നമുക്കിപ്പോ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത് നമ്മൾ. അതുപോലെ ഇപ്പം നമ്മൾ ചിന്തിച്ചാലേ സംസ്കാരത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ, അതും വിശ്വസിക്കാം. കാരണം 50 വർഷം മുമ്പുള്ള സംസ്കാരമാണോ ഇപ്പോഴും? മാറ്റം വന്നു. നമ്മുടെ ക്രിസ്ത്യാനികളുടെ വേഷം വരെ മാറി. പണ്ട് ചട്ടയും മുണ്ടുമൊക്കെ ആയിരുന്നു. ഇന്നിത് കാണണമെങ്കിൽ വളരെ അപൂർവ കാഴ്ചയായിട്ടായിരിക്കുന്നത്. അതുപോലെ ശരിക്കും പറഞ്ഞാലേ രാഷ്ട്രീയം വിശ്വസിക്കാൻ പറ്റുമോ? അതായത് ഇന്നിപ്പോൾ ഒരു രാഷ്ട്രീയത്തിലാണെങ്കിൽ നാളെ വേറെ ഒരു രാഷ്ട്രീയത്തിലായിരിക്കും. പിന്നെ ചിലപ്പം ഇന്ന് ഒരു രാഷ്ട്രീയക്കാരൻ ഒന്നിൽ നിന്ന് നല്ലത് ചെയ്തു അല്ലെ അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ആ ആള് തന്നെ ചിലപ്പോൾ കാലുവാരി വേറൊന്നിലായി. അപ്പം മാറി മാറി വരികയാണ്, പിന്നെ പിളരുകയാണ് രാഷ്ട്രീയം. എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നു എന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നാളെ നേരം വെളുക്കുമ്പോൾ അവരൊക്കെ പിളർന്നു. അപ്പം ഏത് നമുക്ക് സ്ഥായിയായിട്ട് നമുക്കൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയം, സംസ്കാരം, അതുപോലെ ഭൂപ്രകൃതി, കാലാവസ്ഥ, ബന്ധങ്ങൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇന്ന് ഭയങ്കര സ്നേഹമായിട്ട് ദമ്പതികൾ ജീവിക്കുന്ന ഒരു സുപ്രഭാതത്തിൽ കേൾക്കാം അവർ ഡിവോഴ്സിന് നോട്ടീസ് കൊടുത്തിരിക്കുന്നു എന്ന് കേൾക്കാം. അതുപോലെ മക്കളൊക്കെ കാരണവന്മാരെയൊക്കെ വിട്ടേച്ച് അവരും. അപ്പം മക്കളെ വിശ്വസിക്കാൻ പറ്റുമോ? മക്കളെ നമുക്ക് കാരണം നമ്മൾ നൊന്ത് പ്രസവിച്ച് വളർത്തിയ മക്കളാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവർ തള്ളി പറഞ്ഞിട്ട് പോവുക. അപ്പോൾ അവരിൽ നമുക്കൊരു വിശ്വാസത്തിൻ്റെ ഉറപ്പ് വയ്ക്കാൻ പറ്റുന്നില്ല. എന്തിനേറെ മക്കളെ വിട്ടിട്ട് കാരണവന്മാർ പോകും. അതെ, ഇപ്പൊ അങ്ങനെയും കൂടി ഉണ്ട്. മക്കളെ വേണ്ടാന്ന് പറഞ്ഞേച്ച് കാരണവന്മാർ പോകുന്നു. അപ്പോൾ കാരണവന്മാരെ വിശ്വസിക്കാൻ പറ്റുമോ? ബന്ധങ്ങൾ, അമ്മായി അമ്മ, മരുമ, സഹോദരങ്ങൾ തമ്മിൽ സ്നേഹബന്ധങ്ങളല്ല. അപ്പൊ ആ ബന്ധങ്ങളും ഇന്ന് നമുക്ക് മനുഷ്യബന്ധങ്ങൾ നമുക്കിന്ന് വിശ്വാസം അർപ്പിക്കാൻ പറ്റുന്നില്ല. ഇനി ഇതൊന്നും വേണ്ട, സമൂഹവും സംസ്കാരവും രാഷ്ട്രീയവും ഒന്നും നമുക്ക് നോക്കണ്ട. നമ്മളെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമുക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റുമോ? ഇന്നത്തെ സ്വഭാവമല്ല നാളെ അതാണ് ഇന്ന് കാണുന്ന സ്വഭാവം അല്ല എൻ്റെ സ്വഭാവം നാളെ ഒരുപക്ഷെ. അപ്പം എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ശീലങ്ങൾ മാറി വരുന്നുണ്ട് അല്ലേ? എൻ്റെ ശീലങ്ങളെ, എൻ്റെ സ്വഭാവത്തെ, എൻ്റെ ഇഷ്ടങ്ങളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ ശരീരത്തെ തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം കണ്ണ്,
ഇന്നെനിക്ക് കാഴ്ചയുണ്ട് കണ്ണിന്, നാളെ ഉണ്ടോയെന്ന് ആർക്കറിയാം? വിശ്വസിക്കാൻ പറ്റില്ല. ചെവി, ഇന്നിപ്പോൾ ചെവി കേൾക്കാം, പക്ഷെ നാളെ അതിന് കേൾവിശക്തി ഉണ്ടോയെന്ന്, അല്ലെ 1 മണിക്കൂർ കഴിയുമ്പോൾ കേൾവിശക്തി നഷ്ടപ്പെടുമോ? അറിയില്ല. വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പം നാവ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ 24 മണിക്കൂറും വേണേൽ സംസാരിക്കും, പക്ഷേ അടുത്ത നിമിഷം ഈ സംസാരശേഷി എനിക്ക് നഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഉറപ്പില്ല. എൻ്റെ ആന്തരിക അവയവങ്ങൾ അടുത്ത സെക്കൻഡിൽ അത് പ്രവർത്തിക്കുമോ എനിക്കറിയില്ല. ഇപ്പം എനിക്ക് ഉറപ്പില്ല. പിന്നെ എൻ്റെ ദഹനേന്ദ്രിയങ്ങൾ, എൻ്റെ ആമാശയം, ഞാൻ ഭക്ഷണം കഴിക്കുന്നു, ദഹനശേഷി എനിക്ക് എപ്പോൾ നഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ എൻ്റെ ഡൈജഷൻ സിസ്റ്റത്തെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ബ്ലഡ് സർക്കുലേഷന്, അതിനെ സിസ്റ്റം വിശ്വസിക്കാൻ പറ്റുമോ? ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ ശരീരത്തിലെ കൈ, ഇപ്പം നമ്മൾ കൈയെടുക്കാം, നമുക്ക് ജോലി ചെയ്യാം, അടുത്ത നിമിഷം ഈ കൈ പ്രവർത്തിക്കുകയോ ഇല്ലയോ എന്ന് എന്താ ഉറപ്പ്? ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം എന്നെ തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയല്ല. അപ്പോൾ എൻ്റെ ചുറ്റുപാടുമുള്ളതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ബന്ധങ്ങളൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, പ്രപഞ്ചത്തിൽ കാണുന്ന പ്രകൃതി, കാലാവസ്ഥ, ജംഗമ വസ്തുവകൾ ഒന്നും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളെല്ലാം മാറ്റത്തിന് വിധേയപ്പെട്ടിരിക്കുക. ഒന്നിനെ നമുക്ക് സ്ഥായിയായിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം തന്നെ മരണം, ഇപ്പോൾ കണ്ടില്ലേ, നിമിഷ നേരം കൊണ്ട്, 1 സെക്കൻഡ് കൊണ്ട് ആള് മരിച്ചു, ചെറുപ്പക്കാരൻ. അതിൻ്റെ കാരണവന്മാരൊക്കെ ഇരിക്കുന്നു. അപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ മരണം പോലും അടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് രാജ്യത്തെ വിശ്വസിക്കാൻ പറ്റുമോ? രാജ്യം ഇന്ന് സമാധാനത്തിൽ ജീവിക്കുന്നു, അടുത്ത രാജ്യം യുദ്ധത്തിൽ ഏർപ്പെട്ടു, ആ രാജ്യം എപ്പോൾ യുദ്ധത്തിൽ വരും, അല്ലെ എപ്പോൾ യുദ്ധം പൊട്ടിപ്പുറപ്പെടും, ഇന്ന് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. അതാ ഈശോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു നിങ്ങൾ, ഞാൻ പറയാം, ഹെബ്രായ ലേഖനം അല്ലേ, ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ 1 മുതൽ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, പ്രത്യാശ നമ്മെ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു. അപ്പം നമ്മുടെ ഹൃദയത്തിൽ ഇനി നമുക്ക് സ്ഥായിയായിട്ട്, ഉറപ്പായിട്ട്, ദൃഢമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഏക സംഗതി ദൈവം മാത്രമേ ഉള്ളൂ. മാറ്റമില്ലാത്തവൻ, സകലത്തെയും സൃഷ്ടിച്ചവൻ, സൃഷ്ടാവായ ദൈവത്തെ മാത്രം വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഈ ലോകത്തിൽ ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പുരുഷനുണ്ടെങ്കിൽ ആരാ? യേശുക്രിസ്തുവേ ഉള്ളൂ. കാരണം ആരും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പം ട്രെയിനിൽ കയറി, ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറി വരെ പിള്ളേരെ പീഡിപ്പിക്കുന്നു. ആരെയാ വിശ്വസിക്കുന്നത്? അടുത്ത് യാത്ര ചെയ്യുന്ന ആളായിരിക്കും ചിലപ്പോൾ പീഡിപ്പിക്കുന്നത്. അപ്പം ഈ ലോകത്തിൽ വിശ്വസിക്കാൻ പറ്റാവുന്ന ദൃഢതയിൽ, അതായത് ഉറപ്പായിട്ട് നമ്മളെ രക്ഷിക്കും, അല്ലെ നമ്മളെ സഹായിക്കും, നമ്മുടെ കൂടെ മരിച്ചാലും ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റിയ ഒറ്റ ഒരാളേ ഉള്ളൂ, യേശുക്രിസ്തു. ആ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കണം. കാരണം നമ്മളും മാറ്റപ്പെടും, ചുറ്റുമുള്ളതും മാറ്റപ്പെടും, എല്ലാം മാറ്റത്തിന് വിധേയമാണ്. പക്ഷേ ദൈവവചനം മാറ്റുന്നില്ല. കുന്നുകളാകട്ടെ, ആകാശവും ഭൂമിയും എല്ലാം മാറ്റപ്പെടും. പക്ഷേ ദൈവത്തിൻ്റെ വചനം, ദൈവം പറഞ്ഞത് മാത്രം മാറുകയില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് ഈ തലമുറയെ നമുക്ക് കൊണ്ടുവരണം. കാരണം തലമുറ എന്നും ഈ മാറ്റപ്പെടുന്നത്, ചേഞ്ചബിൾ ആയിട്ടുള്ള വസ്തുവകളിലൂടെ മനസ്സുടക്കി കിടക്കുക ഇന്നത്തെ പിള്ളേർക്കുമൊക്കെ. അപ്പം നമ്മളത് തിരിച്ചറിഞ്ഞത് വെളിപ്പെടുത്തി കൊടുക്കണം. ഇപ്പം പലരും പറയും, ആ അച്ഛൻ പ്രാർത്ഥിച്ചാൽ കിടക്കും, ഈ സിസ്റ്റർ പ്രാർത്ഥിച്ചാൽ നടക്കും, ആ ബ്രദർ പ്രാർത്ഥിച്ചാൽ നടക്കും. അല്ല, ഇന്നിങ്ങനെ ഓട്ടമാണ്. മനുഷ്യൻ്റെ പിന്നാലെ ഓടുക. മനുഷ്യൻ്റെ വാക്ക് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ ഉറപ്പുള്ളൂ. അപ്പോൾ ഈ സിസ്റ്റർ പ്രാർത്ഥിക്കുന്ന, അല്ല അച്ഛൻ പ്രാർത്ഥിക്കുന്ന, അല്ലെ ഒരു ബ്രദർ, ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു അത്ഭുതം നടക്കുന്നല്ല, സൗഖ്യം നടക്കുന്നതെങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രവൃത്തി അവരിലൂടെ നമ്മൾ കാണപ്പെടുകയും, അല്ലാണ്ട് അവരുടെ വാക്കല്ല അത് തിരിച്ചറിയണം നമ്മൾ. അപ്പം ആ വ്യക്തിയെ അല്ല നമ്മൾ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ആരാധനയ്ക്ക് യോഗ്യനായവൻ ഒരുവൻ മാത്രം, അത് കർത്താവായ യേശുക്രിസ്തു. ദൈവം മാത്രമാണ്
ദൈവത്തെ മാത്രമേ നമ്മൾ ആരാധിക്കാവുള്ളൂ. അപ്പം ഇന്ന് മനുഷ്യനെ ആരാധിച്ചുകൊണ്ട് നടക്കുക, ഹീറോയിസം. നമ്മൾ അവരുടെ പിന്നാലെ പായുക. എവിടെയെങ്കിലും ഒരു ചെറിയ അത്ഭുതം കണ്ടു, അല്ലെ ഒരാൾ ഇച്ചിരി ഒരു അത്ഭുത സ്ഥിതി, അങ്ങനെ ഒരു ഗിഫ്റ്റ് ഈശോ കൊടുത്തു. അത് ഈശോ കൊടുക്കുന്നത് എന്തിനാ? മറ്റു മനുഷ്യർക്ക് വേദനിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കാൻ വേണ്ടി ഈശോ അവരിലൂടെ പ്രവർത്തിക്കുക. അപ്പം മഹത്വം എപ്പോഴും ആർക്കാ വേണ്ടിയത്? ഈശോയ്ക്ക് മഹത്വം. ദൈവത്തിന് മാത്രമേ മഹത്വം നമ്മൾ കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇന്ന് സംഭവിക്കുന്നതെല്ലാം ഈശോ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇന്നതെല്ലാം സംഭവിക്കുമെന്ന് ഈശോ പറഞ്ഞു. കാരണം ഈശോയുടെ 2ാം വരവ് അടുത്തു. ആ 2ാം വരവിന് മുന്നമായിട്ട് അതിൻ്റെ അടയാളങ്ങൾ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, ലോകത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം നമ്മൾ ചിന്തിക്കണം, നമുക്കിനി അധിക കാലം ഇല്ല. അപ്പം യേശുവിലേക്ക് ഒന്നാകാൻ അധിക സമയമില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കുകയും നമ്മളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം, ബോധ്യം കൊടുക്കണം. അല്ലെങ്കിൽ ലോകത്തിലേക്ക്, അതായത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വചന സത്യമാണ്. ആ വചനമാണ് നമ്മളെ വിശദീകരിക്കുന്നത്. ഈ വചനമാണ് നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നത്. അപ്പം ഈ വചനം നമ്മളിനി ഏറ്റവും കൂടുതൽ വചനത്തിൽ വിശ്വാസം അർപ്പിക്കേണ്ട ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞു. അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പെടുന്നനെയുള്ള ദുരന്തങ്ങൾ. കാരണം ശരിക്കും പറഞ്ഞാൽ കർത്താവ് പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഈ രക്ഷ എപ്പോഴാണ്? രക്ഷ ഇപ്പം തന്നെ നമ്മൾ രക്ഷയിലാണ് എന്ന് വിശ്വസിക്കുന്നതാണ്, അല്ലേ? വിശ്വസിക്കാതെ ഇരുന്നാൽ എങ്ങനെ രക്ഷ നമ്മൾ അനുഭവിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പം ഈ കാണപ്പെടാത്തവ ഉണ്ട് എന്ന ഉള്ള ഉറപ്പ്, ഒരു വിശ്വാസം. നമുക്കിപ്പോൾ ദൈവത്തെ കാണാൻ പറ്റില്ല, പക്ഷെ ദൈവത്തിന് നമ്മളെ മുഴുവനും കാണാം. കർത്താവെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. സകലം നമ്മുടെ വിചാരം. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് അതുപോലെ ഈശോ പറഞ്ഞു, നിന്റെ മുടിയിഴകൾ ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു. ആ പൊഴിയുന്ന മുടിയുടെ എണ്ണം പോലും കർത്താവിനറിയാം, അല്ലേ? ഇപ്പൊ എൻ്റെ മുഖം എനിക്കറിയത്തില്ല, കണ്ണാടി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ, അല്ലെ? നിങ്ങൾക്കൊക്കെ കാണാം, അല്ലേ? നമുക്ക് നമ്മളെ തന്നെ അറിയത്തില്ല, നമ്മുടെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നമുക്ക് അറിയത്തില്ല, സ്വന്തം പോലെ തന്നെ. പക്ഷേ എന്നേക്കാൾ ഞാൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഈശോ അറിയുന്നു. ഈശോ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ഈശോ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ അറിയുന്ന, എന്നെ മുഴുവനായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം. ഈ വിശ്വാസമാണ് നമുക്ക് സന്തോഷം. കാരണം ബാക്കിയെല്ലാം എപ്പോൾ നഷ്ടപ്പെടുമെന്ന് നമുക്കറിയില്ല, ഒന്നും നമുക്ക് ഉറപ്പില്ല. അപ്പം ആ ഈശോ ജ്ഞാനത്തിൻ്റെ പുസ്തകം നമുക്ക് വായിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 6 മുതൽ നമുക്ക് വായിച്ചു. ജ്ഞാനം കരുണാമയമാണ്, എന്നാൽ ദൈവദൂഷണം പറയുന്നവനെ വെറുതെ വിടുക. ദൈവം മനസ്സിൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെ അറിയുന്നവനും ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്ന് ഉതിരുന്നത് കേൾക്കുന്നവനുമാണ്. കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നതറിയുന്നു. അപ്പം എൻ്റെ സംസാരം ഞാൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയുന്നത് ആരാ? ദൈവം അറിയുന്നു. കാരണം എന്താ? ദൈവത്തിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുക. അപ്പം ലോകത്തിൽ എവിടെ വെച്ച് ഞാൻ സംസാരിച്ചാലും ആരറിയുന്നു? ദൈവം അറിയുന്നുണ്ട്. അപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം. അതുപോലെ 10 അസഹിഷ്ണുവായവൻ സകലതും കേൾക്കുന്നു, മുറുമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽ പെടാതെ പോവുകയില്ല. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നോണ്ട് മുറുമുറുക്കുന്നത് പോലും ആരറിയുന്നു? ദൈവം അറിയുന്നു. അപ്പം ഈ വചനം സത്യമാണ്. ഈ വചനത്തിന് മാറ്റമില്ല. ദൈവം ഇത് അറിയുന്നു എന്ന് പറഞ്ഞാൽ അത് സത്യമാണ് എന്ന് ഞാൻ എൻ്റെ ബോധ്യത്തിൽ, പൂർണ്ണതയിൽ തിരിച്ചറിഞ്ഞ് അതിനെ ഞാൻ ദൃഢമായിട്ട് എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അത് പ്രവർത്തനനിരതമാകും ആ വചനം. അപ്പോഴാണ് നമ്മൾ ആ വിശ്വാസത്തിൻ്റെ സുഖം അനുഭവിക്കുന്നത്. ഇത് വിശ്വാസം എന്ന് പറഞ്ഞാൽ പോരാ. ഈ വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ അങ്ങോട്ട് ഉറച്ചു കഴിയുമ്പോൾ ഞാനൊരു സുഖം അനുഭവിക്കുന്നുണ്ട്, ഒരു സന്തോഷം, ഒരു സമാധാനം, ഒരു സംതൃപ്തി, ഒരു ആനന്ദം, ഒരു അലൗകികമായ ഒരു അനുഭവം എന്നിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇതാണ് നമ്മൾ അനുഭവിക്കേണ്ടത്.
അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ വാക്കുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതല്ല. എൻ്റെ ഈശോ എന്നെ കാണുന്നു, എന്നെ അറിയുന്നു, ഞാൻ പറയുന്നത് കേൾക്കുന്നു, എൻ്റെ മുറുമുറുപ്പ്, എൻ്റെ ചിന്തയുടെ ഒരു അംശം പോലും അറിയുന്ന ദൈവം, എന്നെ സ്നേഹിക്കുന്നവൻ, എനിക്ക് നന്മ മാത്രം ആഗ്രഹിക്കുന്നവൻ, എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ, അവൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ബോധ്യം വരുമ്പോൾ നമുക്കൊരു ഭയങ്കരമായ ഒരു സുരക്ഷിതത്വ ബോധവും ഒരു സന്തോഷവും ഒരു ആനന്ദവും ഒരു പിന്നെ എന്ത് വന്നാലും നമുക്കൊരു ഉറപ്പാ. അതാണ് ആത്മധൈര്യം. നമ്മുടെ ആന്തരിക മനുഷ്യൻ ധൈര്യത്തിലാണ്. പരിശുദ്ധാത്മാവ് ധൈര്യത്തിന്റെ ആത്മാവാണ്. അപ്പൊ ആ ഒരു വിശ്വാസമാണ്. അതുപോലെ 139 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ, കർത്താവെ അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അവിടുന്ന് അറിയുന്നു, എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു, എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം, ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവെ അത് അവിടുന്ന് അറിയുന്നു, മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. അപ്പം ഇത്രയേ ഉറപ്പ് പറഞ്ഞിരിക്കുന്ന ഒരു ദൈവം, സർവശക്തനായവൻ, സകലത്തെയും അടക്കി വാഴുന്ന ആ ദൈവം നമ്മളോട് പറയാണ് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. പക്ഷെ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നേ. ഈ വിശ്വാസം എന്നത് നമ്മൾ അറിയാതെ പറയുന്നത് പോലും ദൈവം അറിയുന്നുണ്ട്. നമ്മളറിയാതെ പറയുന്നത് പോലും ആരറിയുന്നുണ്ട്? ദൈവം അറിയുന്നുണ്ട്. അതിൽ വേറെ ഒരു കുഞ്ഞു കഥയുണ്ട്. ഒരു കൊച്ച് ഈ പത്രോസ്ലീഹായോട് നികുതി കൊടുക്കാൻ മാർഗമൊന്നും ഇല്ലാഞ്ഞപ്പോൾ ഈശോയുടെ എടുക്ക പത്രോസ്ലീഹ വന്നിട്ട് ചോദിച്ചില്ലേ, നമുക്ക് എന്നാ ചെയ്യണം, കാശൊന്നും കയ്യിലില്ല, നമുക്ക് ഈശോയ്ക്ക് എപ്പോഴും കാശും പണമൊന്നും ഇല്ലല്ലോ കയ്യില്. അപ്പൊ ഈശോ എന്നാ പറഞ്ഞ, പോയി ചൂണ്ടയിടണം, എന്നിട്ട് അതിൽ ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വായില് ഒരു നാണയം കാണും, അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഈ സൺഡേ സ്കൂളില് ഈ ടീച്ചർ ഈ കഥ പറഞ്ഞ് പിള്ളേരെ എല്ലാം പഠിപ്പിച്ചു. എന്നിട്ട് ഈ ഒരു പാവപ്പെട്ട വീട്ടിലെ കൊച്ചിത് കേട്ടു, ആൺകുട്ടിയാ. അവനത് കേട്ടിട്ട് വീട്ടിൽ വന്നിട്ട് അവൻ സൂക്ഷിച്ചു വെച്ചിരുന്ന കുടുക്കയെല്ലാം പൊട്ടിച്ചെടുത്തിട്ട് ഇവന് കടയിൽ ചെന്നിട്ട് വലിയൊരു മീനിന്റെ തല മേടിച്ചുകൊണ്ട് വന്നിട്ട് അപ്പൊ അമ്മ ചോദിച്ചു നീ എങ്ങോട്ടും? അപ്പൊ പറഞ്ഞു മീൻ മേടിക്കാൻ പോകും. അപ്പൊ മോനെ എന്തിനാടാ ഇപ്പം അതൊക്കെ വന്നിട്ട് പറയാന്ന് പറഞ്ഞ് ഇവൻ പോയി ഒരു വലിയ മീൻതലയും മേടിച്ചുകൊണ്ട് വന്നിട്ട് കഴിഞ്ഞപ്പോ അമ്മ ചോദിച്ചു ഇതെന്തോ മോനെ കാണിക്കണം. അന്നേരം പറഞ്ഞു അമ്മേ നമുക്ക് പൈസയ്ക്ക് ഒത്തിരി പണം ആവശ്യമുണ്ട്, വീട് വയ്ക്കണം, പണം വേണം, അപ്പന് രോഗിയായിട്ട് കിടക്കുന്നു, അപ്പം ചികിത്സ വേണം, ഇതെല്ലാം നമുക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടീച്ചർ പഠിപ്പിച്ചു മീനിൻ്റെ വായിൽ പണം ഉണ്ടെന്ന്, ആ നാണയം എടുക്കണം, അപ്പം നമുക്ക് ഒത്തിരി പൈസ കിട്ടുമെന്ന്. ആ കുഞ്ഞു മനസ്സല്ലേ. ഏതായാലും ഇവനെ ഇത് കൊണ്ടുവന്ന് അന്നേരം എന്നിട്ട് സന്ധ്യയായി. ഈ അമ്മയ്ക്ക് സങ്കടമായി. ഇതിൻ്റെ വായിക്കകത്ത് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല മീനിൻ്റെ വായിക്കകത്ത്. എന്നിട്ട് ഈ കൊച്ചു കിടന്നുറങ്ങി. അപ്പോൾ ഈ അമ്മ രാത്രി ഇരുന്നിങ്ങനെ പ്രാർത്ഥിച്ച്, എൻ്റെ ഈശോയെ എൻ്റെ കുഞ്ഞിൻ്റെ വിശ്വാസം, അവൻ്റെ കുഞ്ഞു മനസ്സിലുള്ള വിശ്വാസമല്ലേ ഇത്, ഈ മീനിൻ്റെ വായിൽ നാണയമുണ്ട്, ഈശോ അത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് ആയിരുന്നു. എൻ്റെ ഈശോയെ അവൻ്റെ നേരം വെളുക്കുമ്പോൾ ഞാൻ ആ കുഞ്ഞിനോട് എന്നാ പറയും എന്നോർത്ത് ഇവർ സങ്കടപ്പെട്ട് കിടന്നു. അവരും ഉറങ്ങി. നേരം വെളുത്ത് ഇവർ വീടെല്ലാം അടിച്ചു വാരി. അപ്പോൾ ഈ വേസ്റ്റ് എല്ലാം കൊണ്ടുപോയി കളയാനായിട്ട് പോയി, കത്തിച്ച് കളയാൻ വേണ്ടി ഇവർ കൊണ്ടുപോയി വേസ്റ്റിൽ ഇട്ടു. തീ കൊളുത്താനായിട്ട് തുടങ്ങിയപ്പം ഈ മീൻതല പൊതിഞ്ഞുകൊണ്ട് വന്ന പേപ്പർ അതിനകത്ത് കിടക്കുക, പഴയ പേപ്പറാണ്. അവരിങ്ങനെ നോക്കി തീ കൊളുത്താനായിട്ട് ചെല്ലുമ്പോൾ ഈ പേപ്പറിനകത്ത് ഇവരുടെ പേരെഴുതിയിരിക്കുക, ഈ സ്ത്രീയുടെ പേരെഴുതിയിരിക്കുക. അപ്പോൾ ഇവരോർത്തു അയ്യോ ഈ പേപ്പറിൽ എൻ്റെ പേരോ. ഇവർ വേഗം തീ കൊളുത്ത് ആ പേപ്പർ വേസ്റ്റിനകത്തൊന്ന് എടുത്തിങ്ങനെ നോക്കിയപ്പം അതിനകത്ത് ഒരു വക്കീല് ഒരു പരസ്യം ഇട്ടിരിക്കുകയാണ്. അതായത് ഇവരുടെ ഒരു ബന്ധു മരിച്ചപ്പോൾ ഒരു വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ട്. ആ വിൽപ്പത്രത്തിൽ ഇവർക്ക് വലിയ ഒരു തുക വെച്ചിട്ടുണ്ട്, സ്വത്ത് വീതം വെച്ചതിൽ ഇവരുടെ ഒരു ബന്ധുവാണ്. അപ്പൊ വീതം വെച്ചിട്ടുണ്ട്. ഈ പേപ്പറില് ഈ അഡ്വക്കേറ്റ് വക്കീല് അറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്, ഇവരെവിടെയാണെന്നൊന്നും അറിയില്ല. ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ വക്കീലിനെ സമീപിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇട്ട പരസ്യ പേപ്പറാണ്. പക്ഷെ ഇതുങ്ങൾക്ക് പത്രം വരുത്തണില്ല, ഇവര് വായിച്ചിട്ടില്ല, ഇവർക്ക് അറിയത്തുമില്ല, ഇവർക്കിടെ അഡ്രസ്സും ആർക്കും അറിയില്ല. പക്ഷെ ഈ പേപ്പറാണ് ഈ കൊച്ച് മീൻതല പൊതിഞ്ഞുകൊണ്ട് വന്നത്. അപ്പൊ ഇത് കണ്ട് ഇവർ ഈ പേപ്പർ എടുത്ത് ഇവർ പിന്നെ അതിന്റെ നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കി വലിയ സാമ്പത്തികമായ അനുഗ്രഹം അവർക്ക് കിട്ടി. അപ്പൊ അവരെഴുതിയിരിക്കുകയാണ് എൻ്റെ കൊച്ചിന്റെ വിശ്വാസം, അവൻ വിശ്വസിച്ചു ഈശോയ്ക്ക് സാധിക്കും,
ആ മത്സ്യത്തിന്റെ വായിൽ നാണയം വെക്കാനും അതുവഴി എൻ്റെ കുടുംബം രക്ഷപ്പെടുന്ന ആ കുഞ്ഞിന്റെ വിശ്വാസമാണ്. ഈശോയിലുള്ള അവന്റെ കൊച്ചു മനസ്സിലുള്ള വിശ്വാസത്തിന്റെ പൂർണ്ണത അവൻ പ്രകടമാക്കി, അത് നടപ്പിലാക്കിയപ്പോൾ ദൈവം അവിടെ പ്രവർത്തിച്ചു. അപ്പൊ എത്ര ദൈവത്തിന് ഏത് വഴിയിലൂടെയും പ്രവർത്തിക്കാം. അപ്പൊ ആ വിശ്വാസം അവിടെ വർദ്ധിച്ചു കിട്ടി, കൊച്ചിനും ആനന്ദമായി, ദൈവം അനുഗ്രഹിച്ചു ആ കുടുംബത്തെ. അപ്പൊ നമ്മൾ ഓർക്കും, നമ്മൾ പറയുന്ന പാഴ്വാക്ക്, അത് കർത്താവ് പറഞ്ഞില്ലേ, അവസാനം നീ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും നമ്മള്. അപ്പൊ നമ്മുടെ വായിൽ നിന്ന് ഉതരുന്ന ഓരോ വാക്കും കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവ്. അപ്പൊ ആ പ്രത്യാശയുടെ വാക്കും വിശ്വാസത്തിന്റെ വാക്കും കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ വിശ്വാസവും പ്രത്യാശയും ഉളവാക്കുന്ന രീതിയിലുള്ള വാക്കുകൾ മാത്രമേ നമ്മൾ സംസാരിക്കാവുള്ളൂ. കാരണം ഞാനൊരു വിശ്വാസി എന്ന് പറയുന്നുവെങ്കിൽ, ഞാൻ എൻ്റെ ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ, എൻ്റെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും, പ്രതികൂല സാഹചര്യത്തിലും ഞാൻ എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും എങ്ങനെയിരിക്കും? പ്രത്യാശയുള്ളതാണ്. ഇപ്പം നമ്മൾ മരണത്തെക്കുറിച്ച്, മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ കർത്താവിൻ്റെ കയ്യിലാണ്. ഇപ്പം നമ്മൾ പറയും പള്ളി കണ്ടു, മുറ്റത്തിറങ്ങണതിന് മുമ്പ് മരിച്ചു എന്ന് കേൾക്കുന്നു. പക്ഷെ ഈശോയുടെ കണക്ക് പുസ്തകത്തിൽ ഈ ടൈം ടേബിളുണ്ട്. ആ വ്യക്തി എപ്പം മരിക്കണമെന്നുള്ളത്, കാരണം മരണത്തിൻ്റെയും താക്കോലുകൾ കർത്താവിൻ്റെ കയ്യിലാണെന്നാണ് വെളിപാടൊന്ന് എന്നിട്ട് പറയുന്നത്. അപ്പോൾ ആ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് നമ്മൾ വിശ്വസിക്കുക, ഞാൻ വിശ്വസിക്കുക. അപ്പം എനിക്ക് മരണത്തെ പേടിയുണ്ടോ? അതെ. എനിക്ക് നരകത്തെ പേടിയുണ്ടോ? പേടിക്കണ്ട. കാരണം ഈശോയുടെ വാക്ക് ഉറപ്പുള്ളത്. ഈശോ പറഞ്ഞിരിക്കുന്ന എൻ്റെ കയ്യിലാ മോളെ, നിന്റെ മരണത്തിന്റെ അല്ലെ നരകത്തിന്റെയും താക്കോൽ എൻ്റെ കയ്യിലാ. അപ്പൊ ഞാൻ എൻ്റെ ഈശോ നിശ്ചയിക്കുന്ന സമയത്തെ ഞാൻ മരിക്കുള്ളൂ. പിന്നെ ഞാൻ എന്തിനാ ഒരു അപകടം വരുന്നു, അല്ലെ കൊടുങ്കാറ്റ് വരാൻ പോകണം, അല്ലെങ്കിൽ എൻ്റെ വീട് ഉരുളുപോകണം, ഞാൻ പേടിക്കേണ്ട കാര്യം എന്തിനാ? അപ്പൊ പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തില് എന്ത് അനർത്ഥങ്ങൾ വരുമ്പോഴും എൻ്റെ ഉള്ളിലത്തെ വിശ്വാസം പ്രാവർത്തികമാകും. പ്രാവർത്തിയാകുമ്പോൾ അതെൻ്റെ കണ്ണിലും ചുണ്ടിലും എൻ്റെ മുഖത്തും എൻ്റെ ആക്ഷൻ, എൻ്റെ ബോഡി ലാംഗ്വേജിലും മുഴുവനും ഈ വിശ്വാസത്തിൻ്റെ പ്രതികരണങ്ങൾ, ചലനങ്ങളുണ്ടാക്കും. അതാണ് കേൾക്കുന്ന വ്യക്തിയിൽ നമ്മുടെ കേൾക്കുന്ന മക്കളുടെ. അതുകൊണ്ടാണ് നമ്മൾ ഗലാത്യയുടെ പുസ്തകം വായിക്കുമ്പോൾ 4:29 തോന്നുന്നു, അതിനകത്ത് രേഖപ്പെടുത്തിയ നിൻ്റെ സംഭാഷണം, അതായത് നിന്റെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, കേൾവിക്കാർക്ക് ആത്മീയ ആനന്ദം, ആത്മീയ ചൈതന്യം ഉളവാക്കുന്ന രീതിയിൽ സന്ദർഭം അനുസരിച്ച് സംസാരിക്കുവിൻ. ആത്മീയ ചൈതന്യം ഉളവാക്കുന്ന രീതിയിൽ സംസാരിക്കണം. അപ്പൊ എൻ്റെ സംസാരം എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളും ജീവിത പങ്കാളിയും മറ്റുള്ളവരും കേൾക്കുമ്പോൾ എന്തുണ്ടാകണം? അവരിൽ ആത്മീയ ചൈതന്യം ഉളവാകണം. ഇത് ഉളവാകുന്നുണ്ടോ? അപ്പൊ ഇന്ന് നേരം വെളുത്ത് നമ്മൾ പറഞ്ഞത് മുഴുവനും എന്നത് ആൾക്കാര് ഈ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അയ്യോ, ആ കുടുംബം, ആ പെങ്കൊച്ച്, ആ കുഞ്ഞുങ്ങള്. ദൈവത്തിന് കരുതലുണ്ടെന്ന ഇതെല്ലാം ദൈവത്തിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് ദൈവം അറിയാതെ ഒന്ന്. അതായത് ജെറമ്യ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 4:5. അതായത് അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ കണ്ടു, നിന്നെ അറിഞ്ഞു, നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു, വേർതിരിച്ച് വിശുദ്ധീകരിച്ചു. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ വേർതിരിച്ച് പ്രവാചകനാക്കി. അപ്പം നമ്മളെക്കുറിച്ചുള്ള മുഴുവൻ പ്ലാനും പദ്ധതിയും അതുപോലെ ജെറമ്യ 29:15 നിന്നെക്കുറിച്ചൊരു പദ്ധതി എനിക്കുണ്ട്, അത് നാശത്തിനുള്ളതല്ല, അത് ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. അപ്പൊ ഈ ക്ഷേമത്തിനുള്ള പദ്ധതി എൻ്റെ കർത്താവ് എന്നെക്കുറിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ വല്ലതും വിഷമിക്കണം? ഞാൻ നിരാശയുടെ വാക്ക് പറയാമോ? മരണമല്ല, തകർച്ചയല്ല, ഒന്ന് എന്നാക്ക് ഈ ലോകത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞാലും നമ്മൾ അതിൽ വിഷമിക്കേണ്ട. നമ്മൾ ഈ മരണത്തെക്കുറിച്ച് പറയുമ്പോഴും നമ്മുടെ സംഭാഷണത്തിലും നമ്മൾ ഓരോരുത്തരായിട്ട് ഇടപഴകുമ്പോഴും യേശുവിലേക്ക് ദൈവമഹത്വം, നമ്മുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പോൾ ഈ മരണത്തിൻ്റെ സാഹചര്യത്തിൽ, ഈ ദുഃഖത്തിൻ്റെ സാഹചര്യത്തിൽ കരയുന്നവരോടുകൂടി നമ്മൾ കരയണം. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള പ്രത്യാശ, ആ വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് നമ്മൾ ഈശോ എല്ലാം അറിയുന്നവൻ, ആ അറിയുന്നവൻ ചെയ്ത ആ അറിയാവുന്ന ആ നന്മ പ്രവൃത്തിയാണ് ഈശോ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുള്ളൂ. ഒരിക്കലും നമുക്ക് നാശം വരുത്തില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രത്യാശയുള്ളവരായിരിക്കാം. ഇതെല്ലാം ഈ ലോകത്തിൽ നടക്കും.
കേട്ടോ. അതുകൊണ്ട് ജേസിയുടെ ബന്ധു അല്ലെ മരിച്ചു അങ്ങനെ ഓർത്തിനി വിഷമിക്കണ്ട. അതൊക്കെ ദൈവത്തിന്റെ കരങ്ങളിലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. മരണം എല്ലാവർക്കും ഉണ്ട്, നമ്മള് കാത്തിരിക്കുക. മരണം ഒരു സത്യമാണ്. നമ്മളെല്ലാവരും ജനിച്ച മരിക്കും. അപ്പൊ അതുകൊണ്ട് അവിടുന്നാണ് നമ്മളുടെ ആയുസിന്റെ ഉറപ്പെന്ന് സങ്കീർത്തനങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുകയും മക്കളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അവരിലേക്ക് നമ്മളിൽ നിന്ന് വിശ്വാസത്തിന്റെ തരംഗം ഒഴുകണം. നമ്മൾ ഉറപ്പിലാകണം, വിശ്വാസത്തിന്റെ ഉറപ്പിലാകണം. അപ്പം നമുക്ക് പിള്ളേർക്ക് ആ ഒരു തലമുറയെ വാർത്തെടുക്കണം. നമുക്ക് ജീവിത പങ്കാളിക്ക് ഉറപ്പ് കൊടുക്കണം. വിശ്വാസത്തിന്റെ ഉറപ്പ് നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ സംഭാഷണത്തിലും തെളിഞ്ഞു കേൾക്കണം. അറിയണം, അവർ അനുഭവിച്ചറിയണം, എന്നാലേ പറ്റുള്ളൂ. അപ്പം എന്നാൽ നമുക്ക് ഇപ്പോൾ സമയമായി കേട്ടോ. നമുക്കെന്നാ മീറ്റിങ്ങിന് പോയാലോ അല്ലേ? അവിടെ പോയി എല്ലാവരും സഹകരിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം ആത്മാവിന് വേണ്ടിയിട്ട്. നമുക്ക് ഇറങ്ങാം എന്നാല് അല്ലേ? ഇവിടെ ആരാ ഉള്ള ഇപ്പൊ? മോളുണ്ട്, മോള് വാതിലടയ്ക്കുന്നില്ല. അടയ്ക്കൊന്നും വേണ്ട അല്ലേ? എന്നാ പിന്നെ നമുക്ക് പോകാം, നമുക്ക് ഇറങ്ങാം.